ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റിൽ അങ്ങനെ ഒരു ഫീമെയിൽ വേഷം ചെയ്യണം എന്നുള്ള ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു സിനിമയിൽ ഞാൻ ചെയ്താൽ നന്നാവും എന്ന് ഉറപ്പുള്ളൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ ഞാനത് ചെയ്യും. പക്ഷെ അതിന് ഞാൻ ഫിസിക്കലി കുറച്ച് കാര്യമായിട്ട് ഷോൾഡർ വിഡ്ത്തൊക്കെ ഇച്ചിരി കുറയ്ക്കേണ്ടി വരും. എന്നുവെച്ചാൽ അല്ലെങ്കിൽ അത് ഭയങ്കര ഓഡായിരിക്കും കാണുന്ന സമയത്ത്. ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ മനുഷ്യരിലും ഈ ഫെമിനിൻ ആൻഡ് മാസ്കുലിൻ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ആണുങ്ങളിലും ഫെമിനിൻ ഫീച്ചേഴ്സ് ഉണ്ടാവും, പെണ്ണുങ്ങളിലും മാസ്കുലിൻ ഫീച്ചേഴ്സ് ഉണ്ടാവും. ഇത് ഞാൻ പറയുന്നത് ചെറിയ അളവിൽ എല്ലാവരിലും ഇതിൻ്റെ ചെറിയ വേരിയേഷനിലും ഉണ്ടാവും. എനിക്ക് ഞാനത് എന്നെ തന്നെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മാസ്കുലിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സും ഉണ്ട്, ഫെമിനിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ ഒരു ഫീമെയിൽ വേർഷൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. വെച്ചിട്ട് കരിയറിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞ അന്നത്തെ ആ ടൊവിനോ, അന്ന് സ്വപ്നം കണ്ട പയ്യൻ തിരിഞ്ഞു നോക്കാൻ പറഞ്ഞ, ഇപ്പോൾ ചിലരൊക്കെ പറയും സ്വപ്ന തുല്യം, എൻ്റെ കഷ്ടപ്പാട്. ചിലരല്ല, ഞാൻ എപ്പോഴും പറയണോ, ഞാൻ എൻ്റെ സ്വപ്നമാണ് ജീവിക്കുന്നത്. എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് സിനിമ മേഖല എങ്ങനെയാണ്. നമുക്ക് പുറത്തുനിന്ന് കണ്ടിട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ സിനിമയിൽ വന്നു കഴിയുന്ന സമയത്ത് ഞാൻ കണ്ട സ്വപ്നത്തിൽ നല്ല കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതല്ലാത്ത കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ഇതൊരു ദുസ്വപ്നമൊന്നും ആവുന്നില്ല. നമ്മൾ ലൈഫിൻ്റെ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഒക്കെയും നമുക്ക് സന്തോഷങ്ങളും സങ്കടങ്ങളും ഉണ്ടാവും. സന്തോഷങ്ങൾ കൂടുമ്പോൾ ചിലപ്പോൾ അതേ മാഗ്നിറ്റ്യൂഡിലുള്ള സങ്കടങ്ങൾ ഉണ്ടായെന്ന് വരാം. അങ്ങനത്തെ സങ്കടങ്ങളുണ്ടാകുമ്പോൾ അതേ മാഗ്നിറ്റ്യൂഡിലുള്ള സന്തോഷങ്ങളുണ്ടായെന്ന് വരാം. ചെറിയ സന്തോഷങ്ങൾക്ക് ബാലൻസ് ചെയ്യാനായിട്ട് ചെറിയ സങ്കടങ്ങളും, വലിയ സന്തോഷങ്ങൾക്ക് ബാലൻസ് ചെയ്യാനായിട്ട് വലിയ സങ്കടങ്ങളും ഒക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷെ എന്നാലും ഞാൻ വളരെ തൃപ്തനാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥായി ആയിട്ടുള്ള വികാരം വിഷാദമാണ്. അതും ഞാൻ പറയുന്നത് നോട്ട് ഇൻ എ ബാഡ് വേ. എനിക്കത് ഇഷ്ടമാണ്. അതായത് എനിക്കിഷ്ടമാണെന്ന് വെച്ചാൽ എനിക്ക് സാഡ് പാട്ടുകൾ കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം. നമ്മൾ ഏറ്റവും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ വിഷമങ്ങളായിരിക്കും ഷെയർ ചെയ്യുന്നത്, സന്തോഷങ്ങൾ ഷെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ. ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിൽ ഗപ്പി എന്ന് പറയുന്നത് എനിക്കെപ്പോഴും മനസ്സിൽ വരുന്നൊരു കാര്യമാണ്. അതിൻ്റെ ആദ്യത്തെ ലുക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട്, ആക്ഷൻ താടിയൊക്കെ വെച്ചിട്ട് ബൈക്കിലൊക്കെ പോകണ കാണുമ്പോൾ അങ്ങനത്തെ ഒരു സിനിമയായിരിക്കും എന്ന് ഓർത്തു. എന്തുകൊണ്ടോ എൻ്റെ കഷ്ടകാലത്തിന് ഞാനിത് തിയേറ്ററിൽ കണ്ടിട്ടില്ല. അതിനുശേഷം ഇത് ടി വിയിൽ വന്നു കഴിഞ്ഞ് കണ്ടപ്പോഴാണ് ഞാൻ ഇത് ഇത്രയും നല്ല സിനിമയായിരുന്നു എന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഗപ്പി ഫേമസ് ആവുന്നത് മുഴുവൻ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ്. പിന്നീട് ടി വിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ അയ്യോ ഇത് മിസ്സായി, തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായ സിനിമയാണെന്ന് പറഞ്ഞു. അത് വർക്കായില്ല. എന്നാൽ ടൊവി ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ളൊരു സിനിമയുമാണ് ഈ ഗപ്പി എന്ന് പറയുന്നത്. കാണുന്നവർക്കറിയാം. അത് ഒരു സമയത്ത് ഒരു ഡിസപ്പോയിൻമെൻറ്റും ഒരു ഇതും വന്നായിരുന്നു. പക്ഷെ എന്തത് വർക്കാവാത്ത ആ ഒരു വിഷമം വന്നിരുന്നു. ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സ്ഥായി വിഷാദമാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെയും ഈ പറയുന്ന പോലെ നമുക്ക് നമ്മളെ ഫയറിനെ കുറച്ചും കൂടെ ആളി കത്തിക്കാനേ അത് സഹായിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്.